ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 3-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 3-ാം അധ്യായത്തിലും ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവർ നേരിട്ടതായ അനുഭവങ്ങളെ മോശ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും അതൊക്കെ എഴുതി വെക്കാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇതിനു മുൻപ് 2-ാം അധ്യായത്തിൽ വിജാതി രാജാവായ സീഹോനെ കീഴ്പ്പെടുത്തി നമ്മൾ കാണുന്നു. ഇവിടെ ഇപ്പോൾ ആദ്യം ബാഷാൻ രാജാവായ ഓഗിനെ അവിടെ യുദ്ധത്തിലേർപ്പെടുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ഈ സീഹോനും ഓഗും ഒക്കെ വളരെയധികം ശക്തിമാന്മാരായ രാജാക്കന്മാരാണ്. അവരെ ഇസ്രായേൽ ജനത്തിന് ജയിക്കാൻ സാധിക്കുന്നത് യഹോവ കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ്. ദൈവികമായ ശക്തി അവരോടൊപ്പം ഉണ്ടാകുന്നില്ല എങ്കിൽ അവർക്കൊരിക്കലും ആ നാട്ടുരാജാക്കന്മാരെ കീഴ്പ്പെടുത്തുക സാധ്യമാണ്. ഇവർ ആണെങ്കിൽ ഇങ്ങനെ പരദേശികളായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുന്നവരാണ്. ആ പോകുന്ന ജനത്തിന് അവിടെ ഉള്ളവരെ തോൽപ്പിക്കണമെങ്കിൽ നമുക്കറിയാം അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ദൈവികമായ ശക്തി കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഇത് പുതിയ നിയമവുമായി നമ്മൾ ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പൈശാചിക ശക്തികളെ അതിജീവിക്കണമെങ്കിൽ ദൈവികമായ ശക്തി നമ്മളോടൊപ്പം ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു പൈശാചിക പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ഒക്കെ തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. മോശ ഇതിനു മുൻപ് ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി യഹോവയായ ദൈവം യുദ്ധം ചെയ്യും. അപ്പം അതുകൊണ്ട് ആ ദൈവത്തോടൊപ്പം നമ്മളായിരിക്കുക. നമ്മൾ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ദൈവസാമീപ്യം നമുക്ക് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ സാമീപ്യം നമുക്ക് അനുഭവിക്കുമ്പോൾ മാത്രമേ മറ്റ് ശക്തികളെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാഷാൻ രാജാവായ ഓഗിനെ ഉപയോഗിച്ച കട്ടിലിൻ്റെ അളവ് വരെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. 11-ാം വാക്യം വരുമ്പോൾ 9 മുഴം നീളം 4 മുഴം വീതിയുള്ള ഇരുമ്പ് കട്ടിലിൽ അദ്ദേഹം കിടന്നിരുന്നു എന്നാണ്. അത്രമാത്രം അജാനബാഹുക്കളും ശക്തന്മാരുമായവരെയൊക്കെ തോൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവകൃപയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ആ ദൈവകൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും യാചിക്കാം. 23-ലുള്ള വാക്യം നമ്മൾ കാണുന്നത് മോശയോട് യഹോവയായ ദൈവം പറഞ്ഞ കാര്യം മോശ ഇവിടെ എഴുതുകയാണ്. നീ കനാനിൽ പ്രവേശിക്കുകയില്ല. ദൈവം വിളിച്ച നാൾ മുതൽ വിശ്വസ്തയോടും ദൈവാനുഭവത്തോടും വളരെ കഷ്ടം സഹിച്ചും പഴിദൂഷണങ്ങൾ ഏറ്റും ഈ ജനത്തെ വഴിനടത്തുന്നവനായ മോശ ദൈവത്തിൻ്റെ കൽപ്പന വരുന്നതിന് മുൻപ് പാറയെ അടിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞു, നീ കനാനിൽ കാലുകുത്തുകയില്ല. മോശ ദൈവത്തോട് ആഗ്രഹം ഇവിടെ ഇത് പറഞ്ഞതായി ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എനിക്ക് ആ ദേശത്ത് കാണുവാൻ ആഗ്രഹമുണ്ട്. അവിടെ നിന്ന് പ്രവേശനത്തിന് ശേഷം നീ എന്നെ വിളിച്ചു. പക്ഷെ ദൈവം ദൈവം ഇവിടെ മോശയോട് പറയുന്നതായിട്ട് മോശയോട് പറയുന്നു, ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് നീ സംസാരിക്കരുത്. നിനക്ക് ശേഷം ഉള്ള ഇത് യോശുവായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ മനസ്സിലാക്കുകയും അവനെ നീ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുക. നിനക്ക് വേണ്ടി ഇനി യോശുവ ജനത്തെ മുന്നോട്ട് നയിച്ചുകൊള്ളൂ. ഏതൊരു നേതാവിനും വളരെ നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണിത്. ഇത്രയും ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടും തൻ്റെ വായിൽ നിന്ന് വന്ന ഒരു ചെറിയ വാക്കിനെ ദൈവം ഇത്ര കഠിനമായി ശിക്ഷിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ന്യായപ്രമാണ യുഗത്തിൽ നമുക്കറിയാം ശിക്ഷ അതികഠിനമാണ്. മോശയെ ദൈവം ശിക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. മോശയായാലും ആരായിരുന്നാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരുപോലെ തന്നെയാണ്. ദൈവികമായ കൽപ്പനയെ ലംഘിക്കുക എന്നുള്ള ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പക്ഷെ മോശ മരിച്ചാലും മോശ എവിടെയാകുമെന്നുള്ളതിൽ മോശയ്ക്ക് വലിയ സംശയമൊന്നുമില്ല. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ഈ മോശയ്ക്കറിയാം. അതുകൊണ്ട് മോശ പിന്നെ ഒരു പരിഭവം ദൈവസന്നിധിയിൽ ഇവിടെ പറയുന്നില്ല.
അതാണ് ഒരു യഥാർത്ഥ നേതൃത്വം എന്ന് പറയുന്നത്. നമ്മളിനി ഈ മോശയെ നമ്മൾ കാണുന്നത് താബോർ മലയിൽ യേശുവിനോട് സംസാരിക്കുന്നതായി, ഏലിയാവോട് ചേർന്ന് ഈ മോശയും യേശുവിനോട് സംസാരിക്കുന്നതായും, നമ്മുടെ കർത്താവ് ജെറുസലേമിൽ നേരിടാൻ പോകുന്നതിൻ്റെ നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചെന്നും മത്തായിയുടെ സുവിശേഷത്തിലും 17-ാം അധ്യായത്തിലും ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ഈ ആ സംഭവം വായിക്കുന്നുണ്ട്, താബോർ മലയിലെ സംഭവം. കാരണം യേശുവിനെ പോലും ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം അവർ ശക്തന്മാരായിട്ട് മാറി എന്നുള്ളതാണ്. ശരിയാണ്, ചെയ്ത തെറ്റിന് അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ദൈവം അവരെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവസന്നിധിയിലാണ് മോശ. ഏലിയാവിനോടൊപ്പം യേശുവിനോട് സംസാരിക്കുവാൻ വരെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യനായി മോശ മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും ചിന്തിച്ചിട്ടുണ്ട്, വളരെ നീതിപൂർവം സത്യപൂർവം ഒക്കെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അങ്ങനെയുള്ള പല ആളുകളും അതിൻ്റെ ഒരു നന്മ അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എന്താണ് അവർക്കങ്ങനെ സംഭവിച്ചത്? പ്രിയമുള്ളവരെ, അവർ മരിച്ചാൽ അവരുടെ ആത്മാക്കൾ അത് കണ്ട് പിന്നീടുള്ള അവരുടെ തലമുറകളിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ അവർക്ക് കാരണമായിട്ട് തീരും. ഞാൻ അധ്വാനിച്ചതിൻ്റെ ഒക്കെ ഫലം ഈ ഭൂമിയിൽ തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. കാരണം ഇത് താൽക്കാലികമായ ഒരു വാസസ്ഥലം മാത്രമാണ്. നിത്യമായ വാസസ്ഥലത്ത് ദൈവം അതിനുവേണ്ടി എനിക്ക് പ്രതിഫലം തന്നുകൊള്ളും എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം അത് നിവർത്തിക്കുകയും ചെയ്യും. മോശ ആ ജനത്തോടൊപ്പം ശരീരം കൊണ്ട് കനാനിൽ പ്രവേശിച്ചില്ലെങ്കിലും അവർക്ക് മുന്നമേ ആത്മാവിൽ മോശ അവിടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ ജീവിച്ചാലും മരിച്ചാലും ഒക്കെ ദൈവസന്നിധിയിൽ ആയിരിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാവണം. അപ്പം അതനുസരിച്ച് നീതിപൂർവം ഈ ഭൂമിയിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്കിടയാകണം. ഭയമോ നിരാശയോ ദുഃഖമോ നമ്മളെ ബാധിക്കാതെ പ്രത്യാശയോടെ ദൈവവചനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2026 എന്നുള്ള ഈ പുതുവർഷം കൂടുതൽ വേദവായനയ്ക്കും ദൈവികമായ സമർപ്പണത്തിനും നീതിബോധത്തോടെ കർത്താവെ പ്രവർത്തിപ്പാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.